മോർണിംഗിൽ നമ്മൾ ഓഫീസിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഫസ്റ്റ് തിങ് മിക്കവാറും നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൽസ് ആയിരിക്കും നോക്കുന്നത്. അപ്പം ഇഷ്ടം പോലെ മെയിൽസ് വന്ന് കിടപ്പുണ്ടായിരിക്കും ഇൻബോക്സിൽ. അപ്പോൾ അത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഒരു 100 ടാബ്സ് തന്നെ കാണുമായിരിക്കും. അത് കഴിയുമ്പോഴത്തേന് പിന്നെയും പുതിയ മെയിൽസ് ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഓരോ നോട്ട്സ് ആയിട്ട് എഴുതി ടേബിളിലൊക്കെ സ്കാറ്റർ ചെയ്തിടും. പിന്നെ ഇതുപോലെ തന്നെയായിരുന്നു ഞാനും എൻ്റെ നേരത്തെ ഒരു കുറേ നാൾ മുമ്പ് വരെ ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു ലൈഫ്. ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആപ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ചിലതൊക്കെ ആണെങ്കിൽ 1 വീക്ക് വരെ ഓക്കെ ആയിരിക്കും, ചിലതാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ചില ആപ്സ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ടൂൾസാണ്. അത് എൻ്റെ ഡെയിലി ലൈഫിൽ അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ വർക്കിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഓരോ ടാസ്ക്കും നമുക്ക് അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം സേവ് ചെയ്യും. ഇപ്പോൾ വീക്കെൻഡിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ അത് നോക്കി നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. അത് ഞാൻ ഷെയർ ചെയ്യും. ഇത് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 വീക്കിൽ തന്നെ ഇതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും. ടൈം കൂടുതൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഹായ്, എൻ്റെ പേര് അലക്സ്. ഞാൻ റൺ ചെയ്യുന്നുണ്ട് ഒരു ഡിജിറ്റൽ ബിസിനസ് വീട്ടിൽ ഇരുന്ന്. കൂടാതെ തന്നെ ഞാൻ ഫുൾ ടൈം അക്കൗണ്ടൻറ്റും കൂടെയാണ്. അതുകൊണ്ട് എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നല്ല ബിസിയാണ്. അപ്പോൾ ഞാൻ ഫാമിലി ഉണ്ട്, ക്ലയൻസ് ഉണ്ട്, പിന്നെ കുറേ കണ്ടൻറ് ക്രിയേഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കി എനിക്കൊരു നല്ല സിസ്റ്റം വേണം. എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാനും പറ്റുന്നതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പിന്നെ നമുക്ക് ഈ ടൈം സേവ് ചെയ്യാനും കൂടുതൽ നമുക്ക് പറ്റി. അപ്പം നമ്മൾ ആദ്യം ഈ നോഷൻ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ തന്നെ എടുക്കുക. നമുക്ക് ലോഗിൻ ചെയ്യാം, ഗൂഗിൾ വെച്ച് തന്നെ ലോഗിൻ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് വേണ്ടത്, ഇപ്പോൾ നമ്മുടെ വർക്കാണോ അതോ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമാണോ അതോ സ്കൂളിൻ്റെ കാര്യമാണോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമാണ്. എൻ്റെ പേഴ്സണൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇടുന്നത്. ടു ഡു ലിസ്റ്റ് ഇതിൻ്റെ ഈ ഡീറ്റെയിൽ എല്ലാം ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ അങ്ങ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ഞാനങ്ങ് സ്കിപ്പ് ചെയ്യാണ്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു പുതിയ പേജ് നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ ടു ഡു ലിസ്റ്റ്. ഇവിടെ നമുക്ക് ഓരോ ഐക്കൺ നമുക്ക് ഇവിടെ കാണാമല്ലോ. അപ്പം ഈ വേണമെങ്കിൽ ഏത് ഐക്കൺ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അത് ചൂസ് ചെയ്തിടാം. അപ്പം ഞാൻ ജസ്റ്റ് ഇടുന്നത് ജസ്റ്റ് ഒരു സ്മൈലി ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ അങ്ങ് ഇടുകയാണ്. പിന്നെ നമുക്കൊരു കവർ പേജ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇഷ്ടം പോലുള്ള കവർ പേജസ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഏതാണോ വേണ്ടത് നമുക്ക് അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതങ്ങ് ചൂസ് ചെയ്യാണ്. അത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് സ്ലാഷ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ എല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണോ വേണ്ടത് അതോ ടിക്ക് ചെയ്യുന്ന രീതിയിലാണോ, ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്യേണ്ട രീതി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഫയൽസ് എല്ലാം അറ്റാച്ച് ചെയ്യാം, വീഡിയോസ് എല്ലാം ചെയ്യാം, ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ടു ഡു ലിസ്റ്റില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്യാനുള്ള രീതിയിൽ ഇത് മാത്രം ടിക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ടു ഡു ലിസ്റ്റിൻ്റെ അകത്ത് അടുത്തത് ഇപ്പോൾ ബിസിനസ് നമ്മൾ ആഡ് ചെയ്തു. അടുത്തത് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് സ്ലാഷ് അടിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ഐക്കൺ ഉണ്ടല്ലോ, നമുക്ക് സെയിം ഐക്കൺ തന്നെ കൊടുക്കുക. എന്നിട്ട് കൺട്രോൾ വി അടിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കൺട്രോൾ വി അടിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റർ അടിക്കുക. അടുത്ത നമുക്ക് എന്താണ് ഫാമിലി, ഇങ്ങനെ ഫാമിലി കൂടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ 3 കാര്യങ്ങളായി. നമുക്കൊരു 1 വീക്കിൽ നമുക്ക് ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടിക്ക് ചെയ്ത് വിടാം. ഇപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ ടിക്ക് ചെയ്ത് വിടാം. ഫാമിലിയും അത് തന്നെ എല്ലാ ടാസ്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്ത് വിടാം. അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ ബിസിനസ്, വർക്ക്, ഫാമിലി 3 ആഡ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഒരു ഹെഡിങ് ആണ് നമുക്ക് കൊടുക്കുന്നത്. ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് ബാക്ക് സ്ലാഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഹെഡിങ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ആ ഹെഡിങ് ക്ലിക്ക് ചെയ്യുക.
ഹെഡിങ് ആയി. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. Ctrl V അടിച്ചിട്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് മോർണിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാനിവിടെ ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും ഫാമിലി ടൈമിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ അങ്ങ് മെൻഷൻ ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡാഷ്ബോർഡ് നമുക്ക് വേണമെങ്കിൽ ഡാഷ്ബോർഡ് അപ്പം ഈ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ ലിങ്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ shift@ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇതുണ്ട് ടു ഡു ലിസ്റ്റ്. നമ്മുടെ ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ അത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ്ലി ഫസ്റ്റ് പേജിലേക്ക് തന്നെ പൊക്കോളും. ഇതൊരു ഓപ്ഷനാണ്. ഇനി അടുത്ത വേറൊരു പേജിൽ അടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്ത പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാണ്. നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ഇതിനകത്ത് നമുക്ക് ഐക്കൺ കൊടുക്കാം. ഏത് വേണമെങ്കിലും ഐക്കൺ കൊടുക്കാം. ഡെയിലി ഹാബിറ്റ്സിൻ്റെ ഇത് കൊടുത്തു. ഇനിയിപ്പം ഒരു കവർ പേജും കൂടെ നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഒരു കവർ പേജ് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് സ്ലാഷ് ക്ലിക്ക് ചെയ്യുക. ഡേറ്റാബേസിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ള് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൺഡേയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് മൺഡേ ഇത് കോപ്പി ചെയ്യാം. ഇവിടെ മൺഡേയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മൺഡേയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതെന്നെ എടുക്കണമെന്ന് അറിയാം. ഇവിടെ മൺഡേ കൊടുത്തു. എന്നിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. അത് നമുക്കൊരു ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തു. അപ്പോൾ എന്താണോ ടാസ്ക് നമ്മൾ മൺഡേയിൽ ഏതൊക്കെ ടാസ്ക് ഉണ്ടോ ആ ടാസ്ക് എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക. നമ്മുടെ മൺഡേയിൽ അത് ചെയ്യേണ്ട കാര്യം ഇതാണ്. പിന്നെ അടുത്ത കാര്യം നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൊടുക്കുക. അപ്പം അക്കൗണ്ട്സിൻ്റെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. പിന്നെ അടുത്തൊരു പേജ് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ മൂന്നാമത്തെ കാര്യം ഇപ്പം ഫാമിലിയുടെ എന്തെങ്കിലും ഗ്രോസറി മേടിക്കാനുണ്ടോ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ അത് പോയി മേടിക്കുക. അങ്ങനെ അപ്പം മൺഡേയിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ട്യൂസ്ഡേയിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത പേജ് ക്ലിക്ക് ചെയ്യുക. ട്യൂസ്ഡേ ഇടുക. ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു ഷോർട്സ് നമുക്ക് വീഡിയോ ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഓഫീസിൽ എന്തെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടോ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ കുഞ്ഞിനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ഫാമിലി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 കാര്യങ്ങൾ 2 ദിവസം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ഇനിയിപ്പോൾ അടുത്താണ് നമുക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും അറിയാൻ വേണ്ടി നമുക്ക് ടാസ്ക് സ്റ്റാറ്റസ് നമുക്കറിയാം. ഈ സ്റ്റാറ്റസ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൺ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൺ കൊടുക്കാം. ഇപ്പോൾ ഇത് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്ന് കൊടുക്കാം. ഇത് ഡൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് എന്നാണ് തീർന്നത് അടുത്തതാണ് നമുക്ക് ഇവിടെ ഈ ജസ്റ്റ് പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് കൊടുക്കാം, എന്നാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. അപ്പോൾ ഇത് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ നമ്മൾ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്, എന്നാണ് കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അവിടെ നമുക്ക് 25th കൊടുക്കാം. അതിൻ്റെ അത് ഇവൻ്റെ എന്തെങ്കിലും കമൻസ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും റിപ്പോർട്ട്സ് നമുക്ക് വേണമെങ്കിലോ നമുക്കിവിടെ ജസ്റ്റ് AR റിപ്പോർട്ട് നീഡ് ടു ചെക്ക് അങ്ങനെ നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് നമുക്ക് നോക്കാം പറ്റും പിന്നെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഓരോ ടാസ്ക്കും നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇതാണ് ഏറ്റവും നല്ലൊരു നമ്മുടെ ടാസ്ക് നമുക്ക് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാനും അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി വർക്ക് നമുക്ക് ഒത്തിരി ഇമെയിൽസ് വരുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറൊരു ടൂളാണ്. ആക്ച്വലി നമ്മൾ ബിസിനസ് ഓണേഴ്സിന് നമുക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
ബിക്കോസ് നമ്മൾ മിക്കവാറും ട്രാവലിങ്ങും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഡേറ്റാസും നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻസും എല്ലാം നമ്മൾ യൂഷ്വലി സിസ്റ്റത്തിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ലാപ്ടോപ്പിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ് ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പം അത് ഓരോരുത്തർക്ക് പോകുമ്പോൾ നമ്മളത് കൊണ്ടുപോകാനും മിസ്സാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് മാക്സിമം യൂസ് ആകുന്നത് ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസ് ആണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്ത് ആഡ് ന്യൂ കൊടുത്ത് അപ്ലോഡ്, ഇപ്പോൾ ഒരു നമ്മുടെ ഏതാണോ ജസ്റ്റ് ഒരു ഇത് അപ്ലോഡ് ചെയ്യുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഫയൽ അപ്ലോഡ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ എക്സ്പെൻസുകളെല്ലാം ഈ ഗൂഗിൾ ഷീറ്റിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാവലിംഗ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർത്തിട്ട് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ നമുക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് കൂടുതലും നമുക്കിപ്പം വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ഒരു മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ കലണ്ടറാണ്. അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ട്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ കലണ്ടർ ക്ലിക്ക് ചെയ്യുക ഇവിടെ. എന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം ഞാനിപ്പം ഒരാഴ്ചത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം. നമ്മളിപ്പം സാറ്റർഡേയിൽ ഈ സെയിം കാര്യം തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 7 മണിക്ക് നോർമലി വാക്കിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ ഈ ടൈമിൻ്റെ ഇവിടെ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്യുക, ഇത് പേസ്റ്റ് ചെയ്യുക. മറ്റേത് ഞാൻ കോപ്പി ചെയ്തു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് സെയിം ടൈം ആണെങ്കിൽ സെയിം ടൈം ഇടാം. ഇവിടെ സാറ്റർഡേയിൽ നമുക്ക് 7 o'clock അപ് ടു 8 വരെ നമുക്ക് നടക്കാം. അല്ലെങ്കിൽ എക്സസൈസും കാര്യങ്ങൾക്കും എല്ലാം കൂടെ അപ് ടു 8 സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓരോ കളേഴ്സ് കാണിക്കും, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ സാറ്റർഡേയിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്, ഞാൻ യൂഷ്വലി ചെയ്യുന്ന ബിസിനസ് ഈ ഒരു ടൈമാണ്. പക്ഷേ സാറ്റർഡേയിൽ നമുക്ക് കുറച്ചേറെ നേരം കിട്ടുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഒരു റീൽ ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതും അങ്ങനെ എല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 8 9 തൊട്ട് 9 o'clock തൊട്ട് ഒരു 12 അല്ലെങ്കിൽ 12:30 വരെ നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കളർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ കളർ കൊടുക്കാം. പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. അപ്പം ജസ്റ്റ് നമുക്ക് ലഞ്ച് ബ്രേക്കിന് ടൈം കൊടുക്കാം. ഇത് കോപ്പി ചെയ്യാം, ലഞ്ച് ബ്രേക്ക് ഇടുക, 1 hour അത് കൊടുക്കുക. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം ലഞ്ച് ബ്രേക്കിൻ്റെ. പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ സാറ്റർഡേയിൽ എന്തെങ്കിലും പിന്നെ ഫാമിലി ടൈം ഡോട്ടറിൻ്റെ ടൈം കൊടുക്കാം. ഒരു 4 മണി വരെ കൊടുക്കാം, ടൈം കൊടുക്കാം. അതിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഓരോ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെങ്കിൽ ഇത് നോക്കിയാൽ മതി, അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊന്നും വിട്ടു പോകത്തില്ല.